ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു LK ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷനാണ് കണ്ടത്. അതിൽ നമ്മളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടിരുന്നു. അതിൽ നമ്മൾ 3 ഏജ്, അതായത് പാലിയോലെത്തിക്, അതേപോലെ നിയോലെത്തിക്, പാലിയോലെത്തിക്, മെസോലെത്തിക്, നിയോലെത്തിക്, ഇങ്ങനെ 3 ഏജുകളും അവരുടെ മെയിൻ ക്യാരക്ടറൈസ്ഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം, അതായത് സിവിലൈസേഷൻ. നമ്മൾ സിവിലൈസേഷൻസ് ആയിരുന്നു കണ്ടിരുന്നത്. നമ്മളിനിപ്പോൾ വേൾഡ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ചൈനീസ് സിവിലൈസേഷൻ കണ്ടിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചൈന ഇനി ഇന്ത്യയിലേക്ക് വരുന്നതാണ് ആപ്റ്റബിൾ. അപ്പോൾ ഇന്ത്യൻ സിവിലൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണെന്നല്ലേ? ഹരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യൻ ആൻഡ് ദ ഹരപ്പൻ കൾച്ചർ പാർട്ട് 2. പാർട്ട് 1 നമ്മൾ ബേസിക് ഇൻട്രൊഡക്ഷൻ കണ്ടു. ഇനി പാർട്ട് 2 നമുക്ക് ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് നോക്കാം. So, let's begin. ഹരപ്പൻ കൾച്ചർ. ഹരപ്പൻ കൾച്ചർ, അതായത് അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷൻ ഏതൊക്കെ സൈറ്റുകളിലാണ്, ഇന്ത്യയുടെ മാപ്പ് എടുക്കുമ്പോൾ ഏതൊക്കെ സൈറ്റിലായിരുന്നു ഇവരുടെ സെറ്റിൽമെന്റ് എന്ന് നമുക്ക് നോക്കാം. കോട്ട്ഡിജി ഇൻ സിന്ധ്, കാലിബംഗൻ ഇൻ രാജസ്ഥാൻ, റൂപ്പർ ഇൻ ദ പഞ്ചാബ്, Banavali in Haryana, Lothal, Sarkotara and Dholavira, all the 3 in Gujarat. അപ്പോൾ നമ്മൾ കുറേ സ്റ്റേറ്റ്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ് ഹരപ്പൻ സിവിലൈസേഷൻ്റെ സെറ്റിൽമെൻറ്റ് നമ്മൾ കൂടുതൽ കാണുന്നത്. പക്ഷെ എന്നാൽ തന്നെ നമുക്കിപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മാപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു നോർത്ത് വെസ്റ്റ് ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എങ്ങനെ ആ സിവിലൈസേഷൻ പരന്നു എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ കോട്ട്ഡിജി സിന്ധിലാണ് കോട്ട്ഡിജി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കാലിബംഗൻ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. റൂപ്പർ എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. പിന്നെ നമ്മൾ ഹരിയാനയിലേക്ക് വരുമ്പോൾ ബനാവലി ഉണ്ട്, പിന്നെ ലോത്തൽ ഉണ്ട്, സർക്കോട്ടറ ആൻഡ് ധോലവീര, ഇതൊക്കെ ഗുജറാത്തിലുള്ള സൈറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. Mohenjo-daro is the largest of all the Indus cities, and it is estimated to have spread over an area of 200 hectares. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ നമുക്കറിയാം മൊഹൻജോ-ദാരോ മിക്കവർക്കും ഫെമിലറൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഈവൻ മൂവീസ് പോലും ഈ ഹിസ്റ്ററീസ് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് മൊഹൻജോ-ദാരോൻ്റെ ഒരു ബേസിക് ഐഡിയ, അവരുടെ സിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ പ്രീ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ എല്ലാ സൈറ്റുകളിലും ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റീസിലെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് മൊഹൻജോ-ദാരോ ആണ്. അതിൻ്റെ നമ്മൾ സർക്കംഫറൻസ് ഒക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 200 ഹെക്ടേഴ്സ് ആണ് ആ ഏരിയ കവർ ചെയ്യുന്നത്. ധോലവീര എന്ന് പറയുന്നതിൻ്റെ ഒരു സാമ്പിൾ ഫോട്ടോ ആണ് ഇത്. ഇപ്പോൾ ധോലവീര ഇപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രസന്റ് എന്തൊക്കെ ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെയാണ് ഇത്. സോർക്കോട്ടട ഇത് ഗുജറാത്തിലാണ്. കാലിബംഗൻ ഇത് അതിൻ്റെ സൈറ്റ്സ് ആണ്. ഇപ്പോൾ ഒരു പ്രസന്റ് നമ്മളിപ്പോൾ ഒരു പ്രസന്റ് ഒരു കുറച്ച് ടൈം പീരിയഡിൻ്റെ ഉള്ളിലുള്ള ഒരു ഫോട്ടോസാണ് ഇതൊക്കെ. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് ഹരപ്പൻ സിവിലൈസേഷൻ്റെ ഒറിജിൻ, അതേപോലെ എങ്ങനെയാണ് അതിലേക്ക്, അതായത് ഇപ്പോൾ പ്രസന്റ് സിനാരിയോയിലേക്കുള്ള എവല്യൂഷൻ എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ വേക്കോടെയായിരുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. 4 important stages or phases of evolution. അപ്പോൾ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻ എടുക്കുമ്പോൾ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് 4 ഫേസിൽ കൂടെ ഗോ ത്രൂ ചെയ്തു എന്നാണ് ഹിസ്റ്റോറിക്കലി പറയുന്നത്. ഏതൊക്കെ ഫേസസ് ആണ്? പ്രീ ഹരപ്പൻ, ഏർലി ഹരപ്പൻ, മെച്യൂർ ഹരപ്പൻ ആൻഡ് ലേറ്റ് ഹരപ്പൻ. പ്രീ ഹരപ്പൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല ലേറ്റർ പീരിയഡ് ആണ്. ഏർലി ഹരപ്പൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പീരിയഡ്, അതായത് കുറച്ചധികം ഡെവലപ്മെന്റ് നമുക്ക് കാണാം. പിന്നെ മെച്യൂർ ഹരപ്പൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയും ഇതൊക്കെ നമുക്ക് കാണാം. ലേറ്റ് ഹരപ്പൻ എന്ന് പറയുന്നത് പുതിയൊരു മോഡേൺ ഇതിലേക്ക് മാറുന്നതിന് മുന്നുള്ള നമുക്കൊരു ലാസ്റ്റ് ഓഫ് ദാറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഹരപ്പൻ സിവിലൈസേഷനെയാണ് ലേറ്റ് ഹരപ്പനിൽ കാണാൻ പറ്റുക. അപ്പോൾ 4 ഫേസിൽ കൂടെയാണ് ഹരപ്പൻ സിവിലൈസേഷൻ ഗോ ത്രൂ ചെയ്തിരിക്കുന്നത്. The pre-Harappan stage is located in eastern Balochistan. അപ്പോൾ പ്രീ ഹരപ്പൻ എന്ന് പറയുന്നത്, കാരണം നമുക്കറിയാം, അതായത് ഒരു സിവിലൈസേഷൻ തുടങ്ങുമ്പോൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അതായിരിക്കില്ല അത് അവസാനിക്കുമ്പോൾ. കാരണം ഒബ്വിയസ്ലി സിവിലൈസേഷൻ കൂടുതലും സെറ്റിൽമെൻറ്റ്സ് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു ഏരിയയിൽ ലാൻഡ് അത്ര ഫെർട്ടൈൽ അല്ല, അല്ലെങ്കിൽ കുറേ കൾട്ടിവേഷൻ കഴിഞ്ഞിട്ട് ലാൻഡിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് തന്നെ വരികയാണെങ്കിൽ ഒബ്വിയസ്ലി ആ ലാൻഡിൻ്റെ സൈറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തുടക്കം പ്രീ ഹരപ്പൻ എന്ന് പറയുന്ന സ്റ്റേജ് എവിടെയായിരുന്നു എന്നാണ് പറയുന്നത്? ഈസ്റ്റേൺ ബലൂചിസ്ഥാനിലായിരുന്നു പ്രീ ഹരപ്പൻ സൈറ്റുകൾ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. In this stage, the nomadic people began to lead a settled agricultural life. അപ്പോൾ പ്രീ ഹരപ്പൻ പീരീഡിൽ എന്തായിരുന്നു അവിടെയുള്ള സെറ്റിൽമെൻറ്റ് ചെയ്തിരുന്ന ആൾക്കാർ ചെയ്തിരുന്നത്? അവർ കൂടുതലും അഗ്രികൾച്ചറൽ ലൈഫിലേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നു. Early Harappan stage, the people lived in large villages in the plains.
പിന്നീട് നമ്മൾ ഒരു ഏർലി ഹരപ്പൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണ് ആൾക്കാരിൽ കാണുന്നത്? അവർ കൂടുതലും സെറ്റിൽഡ് ലൈഫ്, അതായത് മുന്നേ അവർ സെറ്റിൽ ചെയ്തിരുന്നെങ്കിലും അഗ്രികൾച്ചർ ഇതൊക്കെ നോക്കിയിട്ട് അവർ മൂവ് ചെയ്തിരുന്നു. പക്ഷെ ഒരു ഏർലി ഹരപ്പൻ പീരീഡ് വരുമ്പോഴേക്കും എന്താണ്, കംപ്ലീറ്റ്ലി സെറ്റിൽമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഹരപ്പൻ ടൗൺഷിപ്പ്, ഇത് ഹരപ്പൻ ടൗൺഷിപ്പിന്റെ ഇപ്പോൾ ഉള്ള അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ പറ്റുന്ന ഒരു ഇമേജാണ് ഹരപ്പൻ ടൗൺഷിപ്പിന്റെ. Gradual growth of town in the Indus Valley, the transition from rural to urban life. Sites of Amri and Kot Diji remain the evidence for early Harappan stage. നമ്മൾ ഏർലി ഹരപ്പൻ സ്റ്റേജ് എടുക്കുമ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഓർത്ത് വയ്ക്കുക. അതായത് ടൗൺഷിപ്പ് എടുക്കുകയാണെങ്കിലും ഗ്രാജുവലി അതിൽ ഗ്രോത്ത്, ഇപ്പം നമ്മൾ പറയുന്ന പോലെ തുടക്കത്തിലേ അവർക്ക് ഒരു 2 സ്റ്റോറി ബിൽഡിംഗ് പണിയാനോ വെല്ല് പണിയാനോ ഒരു കോമൺ ബാത്ത് പണിയാനോ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഗ്രാജുവൽ ഡെവലപ്മെന്റ് നമുക്ക് ടൗൺഷിപ്പുകളിൽ കാണാൻ പറ്റുമായിരുന്നു. അതായത് പ്രീ ഹരപ്പനിൽ നിന്ന് ഏർലി ഹരപ്പനിലേക്ക്. അത് കഴിഞ്ഞ് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയ, നമുക്കറിയാം സിറ്റി വൈസിലേക്ക് വരുമ്പോൾ അർബനും കുറച്ചുകൂടി ഉൾഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ റൂറലുമായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അത് ആ കാലഘട്ടം തൊട്ടേ തുടങ്ങിയിരുന്നു. അപ്പോൾ റൂറലിൽ നിന്ന് ഒരു അർബൻ ലൈഫിലേക്കുള്ള മോഡേണിറ്റി നമുക്ക് അതിൽ കാണാൻ പറ്റും. സൈറ്റ്സ് ഓഫ് അമ്രി ആൻഡ് കോട്ട് ഡിജി റിമെയിൻസ് ദ എവിഡൻസ് ഫോർ ഏർലി ഹരപ്പൻ സ്റ്റേജ്. അപ്പോൾ ഏർലി ഹരപ്പൻ സ്റ്റേജ് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ പറ്റുന്ന ലൊക്കേഷൻസ് ആണ് അമ്രിയും കോട്ട് ഡിജിയും. Mature Harappan stage, great cities emerged. Excavation at Kalibangan with its elaborate town planning and urban features proved this phase of evolution. ഇനി മെച്യൂർ ഹരപ്പൻ സൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെച്യൂർ ഹരപ്പൻ ഫേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മളിപ്പോൾ കാലിബംഗൻ എക്സ്കവേഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും അവരിൽ എത്രത്തോളം പുരോഗമനം വന്നിരുന്നു, എത്രത്തോളം ഡെവലപ്മെന്റ് വന്നിരുന്നു. ഒരു ടൗൺഷിപ്പിന്റെ കൺസ്ട്രക്ഷൻ എടുത്താലും ആ സിറ്റീസിന്റെ ഗ്രോത്ത് എടുത്താലും നമുക്കതൊക്കെ കാലിബംഗൻ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു ടൗൺ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്ട്രാവാഗന്റ് ആയിരുന്നു, ഭയങ്കര കീനായിരുന്നു. എങ്ങനെയാണ് ഒരു ഡ്രൈനേജ് വാട്ടർ പോകേണ്ടത്, അതായത് മെയിൻ സിറ്റിയിൽ നിന്ന് ഹാർട്ടിൽ നിന്ന് എങ്ങോട്ട് എങ്ങനെ താഴോട്ട് എത്തണം, അതേപോലെ തന്നെ വാട്ടർ ക്ലോഗിങ് വരാത്ത രീതിയിൽ വീടുകളിലേക്ക് ആക്സസ് ആയിട്ടുള്ള നല്ല രീതിയിലൊരു ടൗൺ പ്ലാനിങ് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ ഹരപ്പൻ സിവിലൈസേഷനിൽ കണ്ടുവന്നിരുന്നു. ലേറ്റ് ഹരപ്പൻ സ്റ്റേജ്. ലേറ്റ് ഹരപ്പൻ സ്റ്റേജ് ദ ഡിക്ലൈൻ ഓഫ് ദ ഇൻഡസ് കൾച്ചർ സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ഏർലി ഹരപ്പൻ കാണുമ്പോൾ ഏർലി ഹരപ്പൻ തൊട്ട് ഒരു മെച്യൂർ ഹരപ്പൻ വരെ നമുക്ക് മനസ്സിലാവും ഹരപ്പൻ സിവിലൈസേഷന് ഗ്രോത്ത് ആയിരിക്കും ആ പ്രൊസീജിയറിലൊക്കെ പോകുന്നത്. ഇനി നമ്മളൊരു ലേറ്റ് ഹരപ്പൻ, ലാസ്റ്റ് ആയിട്ടുള്ള ഹരപ്പൻ, ലേറ്റ് ഹരപ്പൻ സ്റ്റേജുകൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ഹരപ്പൻ കൾച്ചറിന്റെ ഡിക്ലൈൻ കാണാൻ പറ്റും. പുതിയൊരു സിവിലൈസേഷന് തുടക്കമാകുമ്പോഴാണ് പഴയ ഒരു സിവിലൈസേഷന് ലാസ്റ്റ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൾച്ചറിൽ തന്നെ ഡിക്ലൈൻ നമുക്ക് അതിൽ കാണാൻ പറ്റും. എക്സ്കവേഷൻ അറ്റ് ലോഥൽ റിവീൽസ് ദ സ്റ്റേജ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ ലോഥലിൽ നമുക്ക് കിട്ടിയ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനാണ് എങ്ങനെയാണ് ഈ ഒരു ഡിക്ലൈൻ ഈ ഒരു സിവിലൈസേഷൻ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. It was surrounded by a massive brick wall as flood protection. അപ്പോൾ നമുക്കറിയാം കേരളം തന്നെ നമ്മൾ വലിയൊരു ഗ്രേറ്റ് ഫ്ലഡ് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് കാലത്ത് തന്നെ ഈവൻ ദോ അത് കുറച്ചുകൂടെ ഹയർ പ്ലെയിൻ ആയിരുന്നെങ്കിൽ പോലും ഫ്ലഡിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഗ്രേറ്റ് വാൾ കൺസ്ട്രക്ഷൻ വരെ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ എത്രത്തോളം ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ആണ് ആ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. Lothal remained an emporium of trade between the Harappan civilization and the remaining part of India as well as Mesopotamia. അപ്പോൾ ലോഥൽ എന്ന് പറയുന്നത് ഒരു സെൻറ്റർ ആയിരുന്നു. അതായത് ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പോൾ നമ്മൾ കേരളം എടുത്ത എറണാകുളം എന്ന് പറയുന്നത് ഒരു മെയിൻ സെൻറ്ററാണ്. അതിൽ നമുക്കറിയാം ഇപ്പോൾ കൊച്ചി പോർട്ട് എന്നൊക്കെ പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അതേപോലെ ലോഥൽ എന്ന് പറയുന്ന ഏർലി ഹരപ്പൻ സിവിലൈസേഷനും ലേറ്റ് ഹരപ്പൻ സിവിലൈസേഷൻ ആണെങ്കിൽ പോലും ലോഥൽ ഒരു മെയിൻ റോൾ കളിച്ചിരുന്നു. കാരണം ലോഥലിൽ നിന്നാണ് ട്രേഡിന് ഏറ്റവും കൂടുതൽ, അതായത് ലോഥലായിരുന്നു എല്ലാ ട്രേഡിലേക്കും കണക്ട് ചെയ്തിരുന്നത്. അത് ഒരു സ്ഥലം എന്നല്ല, ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തേക്കും ലോഥൽ നിന്നാണ് കണക്ഷൻ പോയിരുന്നത്. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയയിലേക്കും ലോഥൽ ഒരു മെയിൻ ഹാർട്ട് സിറ്റി എന്നുള്ള രീതിയിൽ അവിടെ നിന്നായിരുന്നു ട്രേഡിന് ഏറ്റവും കൂടുതൽ പ്രൊസീജിയേഴ്സ് നടന്നിരുന്നത്. സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഹരപ്പൻ കൾച്ചർ. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി മനസ്സിലാക്കി ഹരപ്പൻ സിവിലൈസേഷൻ ഏതൊക്കെ സ്റ്റേജിൽ കൂടെ ഗോ ത്രൂ ചെയ്തിരുന്നു, എന്തൊക്കെയായിരുന്നു അതിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് ഹരപ്പൻ സിവിലൈസേഷന് ഇത്ര പ്രത്യേകത, അതേപോലെ എന്താണ് ഈ ഹരപ്പൻ സിവിലൈസേഷനിലെ ബാക്കി സിവിലൈസേഷൻ നമ്മൾ എടുത്തു പറയാനുള്ള സാലിയൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ടൗൺ പ്ലാനിങ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് എടുത്ത ഹരപ്പൻ സിവിലൈസേഷനിൽ പറയുന്ന ടൗൺ പ്ലാനിങ് ആണ്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് തന്നെ നമുക്ക് ഹരപ്പൻ സിവിലൈസേഷനിൽ കാണാം. അതിപ്പോൾ ഗ്രിഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒരു ടൗൺ ഡ്രൈനേജ് സിസ്റ്റം ആണെങ്കിലും ഇതിനൊക്കെ ഹരപ്പൻ സിവിലൈസേഷൻ ഭയങ്കര കീനായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര നമ്മൾ പറയില്ലേ ഒരു രീതിയിലും ഒരു ഡിഫോൾട്ട് ഇല്ലാത്ത രീതിയിലായിരുന്നു അവർ ആ ഒരു ടൗൺഷിപ്പ് പ്ലാനിങ് നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത് ടൗൺ പ്ലാനിങ് ആണ്. ഇനി ടൗൺ പ്ലാനിങ് രണ്ടല്ല എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
First one, grid system. That is, street and lane cutting across one another almost at right angles, thus dividing the city into several rectangular blocks. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലെ നമുക്ക് മനസ്സിലാവും ഗ്രിഡ് സിസ്റ്റത്തിലായിരുന്നു എന്ത് ടൗൺ പ്ലാൻ ചെയ്തിരുന്നത്. അതായത് നമുക്ക് അറിയാം ഓരോ റൈറ്റ് ആംഗിളിലും അവിടെ നിന്ന് ഒരു ഡീവിയേഷൻ വന്നിരുന്നു. അപ്പോൾ ഓരോ ബ്ലോക്സും ഓരോ റെക്റ്റാങ്കിൾ പോലെയാണ്. ഇപ്പോൾ ഒരു ഫുൾ ടൗൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോന്നും ചെറിയ ചെറിയ റെക്റ്റാങ്കിൾ ക്യൂബിക്കൽസ് പോലെയായിരുന്നു. അപ്പോൾ പ്രോപ്പർ വഴികളുണ്ടായിരുന്നു. ഒന്നും ഇങ്ങനെ നമ്മൾ പറയില്ലേ സിഗ്സാഗ് പോലത്തെ വഴികളായിരുന്നില്ല. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ഫ്ലോ ആണെങ്കിലും എവിടെയും ഒരു ഇത് വരുന്നില്ല, എവിടെയും ഒരു ബ്ലോക്ക് വരുന്നില്ല, അതേപോലെ തന്നെ എവിടത്തേനും ഫ്ലോയിന് ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഓരോന്നിനും അവർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഗ്രിഡ് സിസ്റ്റത്തിലായിരുന്നു അവരുടെ സ്ട്രീറ്റ്സുകൾ. എങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നത്? ഓരോ ലൈനിൽ നിന്നും കട്ടിങ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിലേക്കായിരിക്കും. അങ്ങനെ റൈറ്റ് ആംഗിൾ കട്ട് ചെയ്തിട്ടായിരിക്കും ഓരോ ലൈൻസിൻ്റെ ഡിവിഷൻ വരുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പാർട്സിനും അതിൻ്റേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. അന്ന് ഓരോ പാർട്സും അതേപോലെ ഈക്വൽ ആയിട്ടാണ് ഡിവിഷനും പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബ്ലോക്ക് ആയിട്ടായിരുന്നു ആ സിവിലൈസേഷനിലെ ടൗൺ നമുക്ക് കാണാൻ പറ്റുന്നത്. Second point, Harappa, Mohenjo-daro and Kalibangan each had its own citadel built on a high podium of mud brick. ഇനി നമ്മളിപ്പോൾ ഇതൊക്കെ മെയിൻ സിറ്റീസ് ആയിരുന്നു. ഹരപ്പ, മോഹൻജുദാരോ, കാലിബംഗൻ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാം? ഒരു ബ്രിക്സ് കൊണ്ടുള്ള ഒരു ഫ്ലോറിങ്ങിൻ്റെ മേലെ തന്നെ ഒരു വലിയ സിറ്റാഡൽ നമുക്ക് കാണാം. അത് പ്രീച്ച് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അവിടെ ആൾക്കാർ കൂടിയിരുന്നു എന്നോ. സിറ്റാഡൽ പല ഇതുകൾക്കും അവർ ഉപയോഗിച്ചിരുന്നു. സിറ്റാഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഹരപ്പയിലും കാണാൻ പറ്റും, മോഹൻജുദാരോയിലും കാണാൻ പറ്റും, കാലിബംഗനിലും കാണാൻ പറ്റും. ഇതെങ്ങനെയായിരുന്നു പണിതിരുന്നത്? നമ്മൾ സാധാരണ ഒരു സ്ട്രീറ്റ് ലെവലിൽ നിന്ന് ബ്രിക്ക് വെച്ചിട്ട് ഹയർ ലെവലിൽ പണിത് അവിടെ ഒരു പോഡിയം അവർ കൺസ്ട്രക്ട് ചെയ്തിരുന്നു. സിറ്റാഡൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പിന്റെ അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിന്റെ ഒരു മേജർ പാർട്ടാണ്. Below the citadel in each city lay a lower town containing brick houses which were inhabited by the common people. ഇനി നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഹയർ ഏരിയ, ഇവിടെ ഒരു സിറ്റാഡൽ ഉണ്ട്, ഇതൊരു മെയിൻ പാർട്ട്. അതിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇവിടെയാണ് ചെറിയ ടൗൺ. ഈ ടൗണിലാണ് കോമൺ ആൾക്കാർ താമസിച്ചിരുന്നത്. അവരുടെ സിറ്റീസ് നമ്മൾ പറഞ്ഞു എല്ലാം ഓരോ റെക്ടാങ്കിൾ ക്യൂബിക്കൽ പോലെ ബ്ലോക്സ് പോലെ പണിതിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. ഒന്ന് ഹയർ ഏരിയയിലും ഒന്ന് ലോവർ ഏരിയയിലാണ്. ലോവർ ഏരിയയിൽ ആൾക്കാർ താമസിച്ചിരുന്നു. ഇനി ലോവർ ടൗൺഷിപ്പിന് താഴോട്ട് പോയാൽ അവിടെയാണ് അഗ്രികൾച്ചർ ഫാം. അപ്പോൾ ഇതെല്ലാം ഒരു ഇതിൽ തന്നെ സ്ലോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ഡിവിഷൻസും ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ അത്ര ദൂരവും ഇല്ല. അപ്പോൾ ഒരു ഹയർ പോഡിയത്തിലൊരു സിറ്റാഡലും ലോവർ പാർട്ടിലൊരു ടൗൺഷിപ്പും കോമൺ ആൾക്കാർ താമസിക്കുന്നു. അവിടുന്ന് പുറത്തോട്ട് വരുമ്പോൾ അവരുടേതായിട്ടുള്ള അഗ്രികൾച്ചറൽ ഫാമിങ്ങും നമുക്ക് കാണാൻ പറ്റും. Large-scale use of burnt bricks is almost all kind of construction, and the absence of stone building are the important characteristic of the Harappan culture. നമുക്കറിയാം ഈ ഒരു ഹർപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റോൺ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടൈമാണ്. പക്ഷേ അതായത് നമ്മൾ ഹർപ്പൻ സിവിലൈസേഷനിൽ ഈ ക്യാരക്ടറൈസ്ഡ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സ്റ്റോൺസിനേക്കാളും കൂടുതൽ ഹൗസ് കൺസ്ട്രക്ഷൻ അവർ എന്താണ് ഉപയോഗിച്ചിരുന്നത്? ബ്രിക്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതും ബ്രിക്സിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എന്താണത്? ബ്രിക്സ് ബേൺ ചെയ്തിരുന്നു. കുറച്ചുകൂടി ടൈറ്റൻ അപ്പ് ചെയ്യുന്ന ബ്രിക്സ് വെച്ചിട്ടാണ് അവർ വീടുകൾ പണിതിരുന്നത്. സ്റ്റോൺ വെച്ചിട്ടായിരുന്നില്ല. ഈവൻ ദോ സ്റ്റോൺ ആയിരുന്നു അവിടെ അവൈലബിൾ സോഴ്സസ്, കൂടുതലും സ്റ്റോണിന് പ്രിഫറൻസ് കൊടുത്തിരുന്ന പീരീഡ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ എന്താണ് കാണാൻ പറ്റുക? മഡ് ബ്രിക്സ് അല്ലെങ്കിൽ ബേൺ മഡ് ബ്രിക്സ് ആയിരുന്നു ഹൗസ് കൺസ്ട്രക്ഷൻ അവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമുക്കറിയാം ബ്രിക്സ് വെച്ച് വീട് പണിയുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? അതായത് നമുക്ക് തണുപ്പ് നിൽക്കും വീടിൻ്റെ ഉള്ളിൽ, ആ ഒരു കൂൾനെസ് നിൽക്കും. അതൊക്കെ അപ്പോഴേ അവർക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അപ്പോഴേ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ. Underground drainage system connecting all houses to the street drain which were covered by stone slabs or bricks. ഇപ്പോൾ നമ്മൾ കാണുന്ന മുനിസിപ്പാലിറ്റി ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അവർ നേരത്തെ കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അവരുടെ ഡ്രൈനേജ് എന്ന് പറയുന്നത് ഈ ലെവലിലാണ് വീടെങ്കിൽ താഴത്തെ ലെവലിൽ കൂടെയാണ് ഡ്രൈനേജ് സിസ്റ്റം പോകുന്നത്. എല്ലാത്തിനും ഈക്വലി സ്ലാബ് ചെയ്തിട്ടുള്ള താഴെ നിന്നുള്ള ഓരോ വീടുകൾ എടുക്കുകയാണെങ്കിൽ ആ വീടിൽ നിന്ന് ഡ്രൈനേജ് വാട്ടർ ഇറങ്ങുന്ന രീതിയിൽ അങ്ങനെ എല്ലാം ഈ ഒരു കോമൺ ഡ്രൈനേജ് ലെവലിലേക്ക് ഈ വീടുകളിൽ നിന്നൊക്കെ വരും. അതൊക്കെ എന്നിട്ട് എന്ത് ചെയ്യും? ടൗൺഷിപ്പിൻ്റെ പുറത്തോട്ട് ആ വെള്ളം പോകും. അത് പിന്നീട് നമുക്കറിയാം അവിടെ താഴെ അഗ്രികൾച്ചർ ഫാമിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ലാൻഡിലേക്ക് അതിനകത്ത് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബ്ലോക്ക് വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഡ്രൈനേജ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡ്രൈനേജ് സിസ്റ്റം അല്ല. അവരത് സ്റ്റോൺ സ്ലാബ്സ് ഇട്ടിട്ട് അത് കവർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു രീതിയിലും അവരുടെ ഹെൽത്തിനെ ഒന്നിനും ബാധിക്കുന്നില്ല. ഈവൻ ദോ ഡ്രൈനേജ് സിസ്റ്റം അവരുടെ വീടുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും, അവരുടെ വീടിൻ്റെ ഏരിയയിലാണെങ്കിൽ പോലും ഇതവരെ ബാധിക്കുന്നില്ല. താഴെക്കൂടെ ആ വാട്ടർ റിസോഴ്സ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും അണ്ടർഗ്രൗണ്ട് ഡ്രൈനേജ് സിസ്റ്റം ഹർപ്പൻ സിവിലൈസേഷനിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്.
A public place of Mohenjo-daro is the Great Bath. ഇനി വേറൊരു ഇതറിയപ്പെടുന്നതാണ് ഗ്രേറ്റ് ബാത്ത്. ഒരു വലിയൊരു ബാത്ത് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. മോഹൻജുദാരോയിലായിരുന്നു അത് സിറ്റുവേറ്റഡ് ആയിട്ടുള്ള. ഈ ഗ്രേറ്റ് ബാത്തിൽ എല്ലാവരും, അതായത് ടൗണിലെ എല്ലാവരും വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ആ ഒരു ഗ്രേറ്റ് ബാത്തിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ എല്ലാവരും ഒത്തുകൂടിയിരുന്നു, അവരവിടെ അത് കോമൺ ആയി യൂസ് ചെയ്തിരുന്നു. ഈ ഗ്രേറ്റ് ബാത്തും അവിടുത്തെ കമ്മ്യൂണിറ്റി തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് അവിടെ കാണിക്കുന്നത്. Flights of steps at either end lead to the surface. അതായത് ഒരു ഏരിയയിൽ നിന്നല്ല ഈ ഗ്രേറ്റ് ബാത്തിലേക്ക് ഉണ്ട്, പല ഏരിയകളിൽ നിന്ന് ഓരോരോ സ്റ്റെപ്സ് ഉണ്ട് അതിലേക്ക്. അപ്പോൾ പല ഇതുകളിൽ നിന്നും ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റും. അതായിരുന്നു ഗ്രേറ്റ് ബാത്തിൻ്റെ ഒരു ഫീച്ചർ. Side rooms for changing clothes. The floor of the bath was made of burnt brick. അപ്പോൾ ഈ നമുക്കിങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു കോമൺ ഏരിയയിൽ വലിയൊരു ഗ്രേറ്റ് ബാത്ത്, അത് സൈഡുകളിൽ നിന്ന് സ്റ്റെപ്പുകളുണ്ട് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. രണ്ട് വശങ്ങളിലുമായിട്ട് റൂംസ് പണിതിരുന്നു. എന്തിനാ? ഇവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രേറ്റ് ബാത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂംസ് പണിതിരുന്നു. പിന്നെ ഗ്രേറ്റ് ബാത്തിൻ്റെ ഇതെങ്ങനെയായിരുന്നു? ബേൺഡ് ബ്രിക്സ് വെച്ചിട്ടാണ് അതും പണിതിരുന്നത്. Water was drawn from a large well in an adjacent room and an outlet from one corner of the bath led to a drain. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേറ്റ് ബാത്ത് ഇവിടെ ഉണ്ടെങ്കിലും സൈഡിലൊരു വെല്ലുണ്ടായിരുന്നു, കോമൺ വെല്ലായിരുന്നു. അവിടെ നിന്ന് ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? വെള്ളം എടുത്തിരുന്നു. ആ വെള്ളം എടുത്തിട്ട് അതിൻ്റേതായിട്ടുള്ള, അതായത് വാട്ടർ വാസ് ഡ്രോൺ ഫ്രം എ ലാർജ് വെൽ ഇൻ ആൻ അഡ്ജസൻറ്റ് റൂം. അപ്പോൾ ഇവിടെ ഒരു ബാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അതിൻ്റേതായിട്ടുള്ള അടുത്തായിട്ട് തന്നെ അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു റൂം അവിടെ വെല്ലുണ്ട്. ആ വെൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യും. ഇനി ഇതിൽ നിന്നൊക്കെ വരുന്ന ഡ്രൈനേജ് വാട്ടർ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് പോകുന്നത്? അതും ഈ ഡ്രൈനേജ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രേറ്റ് ബാത്തിൽ നിന്നും വെല്ലിൻ്റെ സൈഡിൽ നിന്നും റൂട്ടിട്ട് ഡ്രൈനേജ് സിസ്റ്റത്തിലേക്ക് ആ വെള്ളവും പോവും. അതും ഫ്ലോ ചെയ്ത് ഔട്ട് ഓഫ് ടൗൺ അത് പോവും. മസ്റ്റ് ഹാവ് സെർവ്ഡ് ആസ് എ റിച്വൽ ബാത്തിങ് സൈറ്റ്. അപ്പോൾ ഇവിടെയുള്ള ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് ഒരു റിച്വലിസ്റ്റിക് ആയിട്ട് അവർ യൂസ് ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ അതൊരു കോമൺ സ്പേസ് ആയിരുന്നു, അതായത് സോഷ്യൽ ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു എന്നും നമുക്ക് വിചാരിക്കാം. കാരണം ഒരു പ്രോപ്പർ എവിഡൻസ് അവിടെ കാണുന്നില്ല. പക്ഷെ എന്നാൽ തന്നെ എല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിട്ടുണ്ടാവും. മേ ബി റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്ട്. ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ മൊഹൻജുദാരോ ഇസ് ഗ്രാനറി. നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എടുക്കുകയാണെങ്കിലും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എടുക്കുകയാണെങ്കിലും നമുക്കറിയാം കുറേ മോണ്യുമെന്റ്സ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഈ പറയുന്ന സ്പേസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സൈറ്റ്സുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും മോണ്യുമെന്റ്സ് അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ഹരപ്പനാണെങ്കിലും മൊഹൻജുദാരോ ഒക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെ ഗ്രേറ്റ് മോണ്യുമെന്റ്സ് ഒന്നും പണിതിട്ടില്ല. കൂടുതലും അവരുടെ ആവശ്യങ്ങൾക്കുള്ള കൺസ്ട്രക്ഷൻസേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൽ തന്നെ മൊഹൻജുദാരോയിലെ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റസ്റ്റ് സ്പേസ് അല്ലെങ്കിൽ ഒരു ലാർജസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഗ്രാനറി ആയിരുന്നു. കാരണം അവർ ഓരോ കൾട്ടിവേഷൻ കഴിഞ്ഞിട്ടുള്ള ഗ്രെയിൻസ് കളക്ട് ചെയ്തിരുന്ന ഇതായിരുന്നു അവിടുത്തെ ലാർജസ്റ്റ് സ്പേസ്. In the citadel of Harappa, we find as many as 6 granaries. അപ്പോൾ നമുക്ക് മനസ്സിലാവും സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ടൗൺ ആയിരുന്നു. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓൾമോസ്റ്റ് ഒരു 6 ഗ്രാനറീസ് എങ്കിലും കാണാൻ പറ്റും. ഈ 6 ഗ്രാനറീസ് എന്ന് പറഞ്ഞാൽ ചെറിയ മുറികളായിരിക്കില്ല, വലിയ സ്റ്റോറേജ് സ്പേസുകളായിരിക്കും. അപ്പോൾ ഒരു സമയത്ത് അവരുടെ കൾട്ടിവേഷൻ കഴിഞ്ഞിട്ട് എത്രത്തോളം അവർ സ്റ്റോർ ചെയ്തിരുന്നു, എത്രത്തോളം സ്പേസ് അതിന് വേണ്ടി വന്നിരുന്നു, അപ്പോൾ എത്രത്തോളം അഗ്രികൾച്ചർ അവിടെ നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് സിറ്റാഡൽ, അതായത് ഹരപ്പയിലെ സിറ്റാഡലിൽ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക്, അതായത് ഹരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു ബേസിക് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണിത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഹരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റൊരു ഭാഗമായിട്ട് കാണുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ. താങ്ക് യു.